ശബരിമല വിഷയത്തിൽ ഇന്നലെ SIT റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് സംശയങ്ങൾ ഒരുപാട് തരുന്ന ഒരു റിപ്പോർട്ടാണ്. തന്ത്രിക്ക് ഇതിനകത്ത് പങ്കില്ല നേരിട്ട് എന്നൊരു വിവരം കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്മകുമാറിനാണ് ഇതിനകത്ത് പങ്ക് 100% എന്നൊരു വിവരമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് അങ്ങനെ കൊടുക്കാൻ കാരണം ഇത് പിച്ചള എന്ന് എഴുതിയിരുന്നതിന് ചെമ്പ് എന്നാക്കി മാറ്റിയത് കൈകൊണ്ട് എഴുതിയത് പത്മകുമാറാണ് എന്നൊരു വാദവും തന്ത്രിക്ക് ഇതിനകത്ത് വലിയ റോളില്ല എന്ന് എഴുതിയിരിക്കുന്നു. പിന്നെ അത് പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ, ചർച്ച ചെയ്യാം. പിന്നെ ഒരു പ്രശ്നമുള്ളത് ഭണ്ഡാരിയും ഗോവർദ്ധനും ഇയാളും കൂടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെയാണ് ഈ ഗൂഢാലോചന മുഴുവൻ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഴുവൻ ഗൂഢാലോചന നടത്തുന്ന ഈ 3 പേരും മുഴുവൻ ബെനിഫിറ്റും ഈ 3 പേർക്കുമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ എന്തിന് ബാക്കിയുള്ളവർ ജയിലിൽ കിടക്കുന്നു? എന്തിന് കിടക്കുന്നു അവർ ജയിലിൽ? അവരിതിനകത്ത് കക്ഷികളല്ലയോ? 181 പേരെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലയോ? ഒരു കാര്യമാണ് അവിടെ നിന്ന് കൊണ്ടുപോയതെങ്കിൽ തന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. പക്ഷെ 98 മുതൽ 2025 വരെ ഇത്രയും സംഭവങ്ങൾ കൊണ്ടുപോയിട്ട് രാജീവ് കണ്ഠരരു അവിടെ ഉണ്ടായിട്ട്, അദ്ദേഹം വല്ലപ്പോഴും പോകുന്ന തന്ത്രിയല്ല, ശബരിമലയിൽ ഉണ്ടായിട്ട് ഒരാൾ പോലും തന്ത്രിയോട് ഇത് പറഞ്ഞില്ലയോ? ഒഫീഷ്യലായി എഴുതി കൊടുത്തില്ല എന്നുള്ളത് വേറെ, കോടതിയെ സംബന്ധിച്ച് ഒഫീഷ്യലായി എഴുതി കൊടുത്തില്ല എന്നുള്ളത് തന്ത്രി എഴുതി കൊടുത്തിട്ടുണ്ടില്ല എന്നുള്ളത് വേറെ. പക്ഷെ തന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മലയാളിക്ക് അത് പെട്ടെന്ന് ദഹിക്കില്ല. ഇന്നലെ ഏഷ്യാനെറ്റ് ചാനലിൽ രാഹുൽ ഈശ്വർ വന്നിട്ട് മെഴുകി മറിക്കുന്ന കണ്ടു. ഇയാളെ ഇപ്പോഴും ചാനലുകളിൽ വിളിക്കുന്നല്ലോ എന്നുള്ളതാണ്. കാരണം ചാനലുകൾക്ക് റേറ്റ് കൂട്ടാൻ വേണ്ടി നന്മയുള്ള ആളുകളെയും തിന്മയുള്ള ആളുകളെയും എല്ലാവരെയും വിളിച്ചെടുത്ത് റേറ്റ് കൂട്ടുമായിരിക്കും. അവർക്ക് റേറ്റ് കൂട്ടുക എന്നുള്ളതാണല്ലോ, റീച്ച് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരാളൊന്ന് പറഞ്ഞാൽ അതിന് കടക വിരുദ്ധമായി അടുത്ത ആളിനോട് പറയണമെന്നായിരിക്കും നേരത്തെ ക്ലാസ് കൊടുത്തും കയറ്റുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അറിയില്ല. സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ച വ്യക്തിയെ അദ്ദേഹം ന്യായീകരിക്കുകയാണ്. സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുന്നത് വെറുതെ ഒരു പേപ്പർ നോക്കിയിട്ടാണോ ജാമ്യം നിഷേധിക്കാതിരിക്കുന്നത്? സുപ്രീം കോടതി കേരള സമൂഹത്തെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞില്ലേ? ദൈവത്തിന് പോലും ജീവിക്കാൻ പറ്റാത്തൊരു നാടാണോ കേരളം എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിടില്ല എന്ന് ചോദിച്ചില്ലേ? അങ്ങനെ സുപ്രീം കോടതി ചോദിച്ചിട്ട് 83 വയസ്സായ പക്ഷാഘാതമുള്ള ഒരാളിന് പിന്നെ ജാമ്യം കൊടുത്തിട്ടില്ല എങ്കിൽ എന്തെങ്കിലും മെരിറ്റ് അതിൽ കാണില്ലേ? രാഹുൽ ഈശ്വർ എന്തെങ്കിലും മെരിറ്റ് കാണും. അല്ലെങ്കിൽ ജാമ്യം കൊടുക്കുമല്ലോ, എല്ലാ കേസിലും ജാമ്യം, താങ്കൾക്കും ജാമ്യം കിട്ടിയല്ലോ. അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം. കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നവരെ അല്ലെങ്കിൽ തെളിയിക്കപ്പെടുന്നവരെ, കിടക്കുന്നവരെ കുറ്റക്കാരൻ നമ്മൾ പറയരുതെന്ന് പറഞ്ഞാൽ പ്രതികളായി നിശ്ചയിച്ച് അകത്ത് കിടക്കുന്നവരെ അവരുടെ ജോലി കൂടിയാണ് തെളിയിച്ച് പുറത്തു വരിക എന്നുള്ളത്. അതുകൊണ്ട് അവർ നമ്മളുടെ കണ്ണിൽ കുറ്റക്കാർ തന്നെയാണ്. കാരണം ശബരിമല പോലുള്ള KP ശശികല ടീച്ചർ പറഞ്ഞത് ഒരു പോയിന്റ് കറക്റ്റാണ്. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ കയറി രാത്രി എടുത്തുകൊണ്ട് പോകുമ്പോൾ അല്ല, പകൽ നടന്ന ഒരു കൊള്ളയാണിത്. ക്യാമറകളുണ്ട്, ആയിരക്കണക്കിന് ആളുകളുണ്ട് അവിടെ, തന്ത്രിയുണ്ട്, മേൽശാന്തിയുണ്ട്, കീഴ്ശാന്തിമാരുണ്ട്, കഴകന്മാരുണ്ട്, കഴകത്തിൻ്റെ ആളുകളുണ്ട്, ഒരുപാട് അടിച്ചുതളിക്കാർ മുതൽ ഒരുപാട് ആളുകളുള്ള, ഒരുപാട് ഭക്തർ വരുന്ന ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് പട്ടാപ്പകൽ ഈ ദ്വാരപാലക വിഗ്രഹവും കട്ടളയും ജനലും അതുപോലെ വാതിൽ പാളിയും ഈ പിന്നെ ബാജി വാഹനവും അതുപോലെ തുടങ്ങിയിട്ടുള്ള പ്രഭാപൂരത്തിലിരിക്കുന്ന സ്വർണവും ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുക? എന്തായാലും ഭണ്ഡാരിയും ഗോവർദ്ധനും വന്നില്ലല്ലോ ഇതെടുത്തുകൊണ്ട് പോകാൻ. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോലും പോകാൻ കഴിയത്തില്ല. അപ്പോൾ മറ്റൊരാളുടെ സഹായം കൂടെ അല്ലാതെ ഇത്രയും വലിയ കട്ടളപ്പാളി ചുമന്നുകൊണ്ട് പോലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് എടുത്തുകൊണ്ട് പോയത്? ആരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ ഒരുതരം പൊട്ടത്തരം ആക്കുന്ന കാര്യമാണ്. പക്ഷേ കോടതി ഇപ്പോൾ വളരെ ഗൗരവമായി ഈ വിഷയം കണ്ടിരിക്കുന്നത് മാത്രമല്ല, കോടതി സുവോമോട്ടോ എടുത്ത കേസാണെന്ന് മാത്രമല്ല, രാവിലെ തുടക്കത്തിൽ തന്നെ ഇന്നലെ കോടതി ബാക്കി എല്ലാവരെയും പുറത്താക്കിയതിന് ശേഷം അവിടുത്തെ മൈക്ക് വരെ ഓഫ് ചെയ്ത് വെച്ച്, എല്ലാവരുടെ മൊബൈൽ ഓഫ് ചെയ്യാൻ പറഞ്ഞ് മൊബൈലെല്ലാം ഓഫ് ചെയ്ത് വെച്ച്, ആരും ഒന്നും റെക്കോർഡ് ചെയ്യാതെ SITയിലെ ഉദ്യോഗസ്ഥരും ജഡ്ജിമാരും മാത്രം ഉണ്ടായിട്ടുള്ള
ഒരു വാദം കേൾക്കലും പേപ്പർ കൈമാറലും ഒക്കെയാണ് നടന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് കോടതിയും SITയും. അതുകൊണ്ടാണല്ലോ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് വെള്ളിയാഴ്ച ചോദ്യം ചെയ്തിട്ട് തിങ്കളാഴ്ച അവളോട് ആളുകൾ അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അറിയാൻ 2 ദിവസം എടുത്തല്ലോ. പക്ഷെ ശബരിമലയിൽ ഈ പറയുന്ന കോടാനുകോടി രൂപയുടെ സ്വത്ത് ആര് കൊണ്ടുപോയി? ഇപ്പോഴുള്ള ആശങ്ക ഞാൻ ഈ പറഞ്ഞ SITയുടെ ഈ റിപ്പോർട്ട്, ഈ ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണെങ്കിൽ ഓക്കെ, അല്ലാതെ അതാണ് പ്രധാന റിപ്പോർട്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇരുട്ടിൽ തപ്പും ആളുകൾ. കാരണം എന്താന്ന് വെച്ചാൽ ഈ 3 പേര്, ഗോവർദ്ധനും അതുപോലെ തന്നെ ഭണ്ഡാരിയും പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണനും മാത്രമേ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുള്ളൂ എന്ന് വന്നാൽ ബാക്കിയുള്ളവർ എങ്ങനെയാണ്, എവിടെയാണ് നിൽക്കുന്നത്? അവരുടെ സ്പേസ് എവിടെയാണ്? ഈ ക്യാൻവാസിൽ, ഈ ചതുരംഗക്കളിയിൽ അവർ ഏത് കളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവതരമായി മുന്നോട്ട് പോകുന്നു. എന്തായാലും SIT 4 ഘട്ടങ്ങളായിട്ടാണ് ഇത് അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും പലരെയും ചോദ്യം ചെയ്യാൻ താമസിക്കുന്നത്. 4ാം ഘട്ടത്തിലേക്ക് വരുന്നതാണ് പ്രശാന്തിന്റെയും 2025 കാലഘട്ടം. അവിടെയാണ് പ്രശാന്ത്, അതുപോലെ മുഖ്യമന്ത്രി സോണിയാഗാന്ധി, ആന്റോ ആന്റണി, അടൂർ പ്രകാശ്, വാസവൻ, PS പ്രശാന്ത്, ഇങ്ങനെ 7 പേർ വരുന്നത് 4ാം ഘട്ടത്തിലാണ്. അപ്പൊ 4ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് SIT പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ SITയെ വിശ്വസിക്കണം. അവർ 4ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ, ഓരോ ഘട്ടമാണല്ലോ, പേസ് ആണല്ലോ, ഓരോ നിശ്ചിത വർഷങ്ങളെ, അതായത് 27 വർഷത്തെ, 98 2 2000 25 27 28 വർഷത്തെ അവർ 4 ഫേസ് ആയിട്ട് തിരിച്ച് പല ഫേസിലാണ് അവരിത് നോക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4ാമത്തെ ഫേസിലേക്ക് അവർ കയറിയിട്ടില്ല. തീർച്ചയായിട്ടും 4ാമത്തെ ഫേസിൽ കയറുമ്പോൾ ഉന്നതന്മാരുടെ ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അവരെയും ചോദ്യം ചെയ്യും. 2 കാര്യങ്ങൾ അറിയണം എന്നുള്ളതാണ് പ്രധാനം. ഒന്ന്, ശബരിമലയിലെ എടുത്തിട്ടുണ്ട് പോയ സ്വർണത്തിന്റെ അളവെത്ര, ഒന്നാമതായി അറിയേണ്ട കാര്യം. രണ്ടാമതായി, ഈ അളവുള്ള സ്വർണത്തിന്റെ തൊണ്ടി എവിടെയാണുള്ളത്? അതേ രൂപത്തിലുണ്ടോ, രൂപം മാറ്റിയുണ്ടോ, ആഭരണങ്ങളായി മാറിപ്പോയിട്ടുണ്ടോ, ഏത് രൂപത്തിലാണുള്ളത്? മൂന്നാമത് അറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ആരൊക്കെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇതും വളരെ പ്രധാനമാണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അതിനിടയിലാണ് ഈ ചാനലിൽ വന്നിരുന്ന് ഓരോരുത്തരും അവരവരുടെ ഭാവനാവിലാസം അനുസരിച്ച് കാര്യങ്ങളെ ഇങ്ങനെ ചൊടിപ്പിച്ച് കൊണ്ടുപോകുന്നത്. ഭണ്ഡാരിയും ആദ്യം എതിർത്തിട്ടുണ്ട്, ഇതൊന്നും ചെയ്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും എതിർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോവർദ്ധന്റെ വക്കീലും എതിർത്തു, ഞങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്ന് പറയും. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഇപ്പോഴും ഉത്തരം കിട്ടണം. നിങ്ങൾ ദൈവം പോലെ കരുതുന്ന ആള് ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോൾ തന്ത്രി അല്ല എന്ന്, തന്ത്രിക്ക് ഡയറക്റ്റ് ബന്ധമില്ല എന്നാണ് SIT കൊണ്ടുപോകുന്നതെങ്കിൽ പിന്നെ പറഞ്ഞ ദൈവം ആരാണ്? പൊളിറ്റിക്കൽ ദൈവമാണോ? അതാരാണ്? എന്തായാലും കടകംപള്ളി സുരേന്ദ്രന് നമുക്ക് ദൈവമല്ല, പത്മകുമാറിന് ദൈവമല്ല. അപ്പോൾ പത്മകുമാറിന്റെ ദൈവം ആരാണ്? അത് എല്ലാവരുടെയും കൂടി ആണെങ്കിൽ ആ ദൈവം ആരാണ്? ദൈവത്തെ പോലെ കരുതുന്ന. 2, ഞാൻ കുടുങ്ങിയാൽ ഒരുപാട് പേര് കുടുങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരുപാട് പേർ ആരാണ്? ഇത് 2ഉം അറിയാനും നമുക്ക് താല്പര്യമുണ്ട്, അവകാശവുമുണ്ട്.